വാഗമൺ മൊട്ടക്കുന്നിലെ കയ്യേറ്റ ഭൂമിയിൽ പരിശോധന നടത്തി റവന്യൂ സംഘം. പീരുമേട് തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. സ്ഥലത്തിന് പട്ടയം നൽകിയതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് റവന്യൂ വകുപ്പിന്റെ തീരുമാനം. വാഗമൺ മൊട്ടക്കുന്നിൽ 2012 കയ്യേറ്റമെന്ന് കണ്ടുപിടിപ്പിച്ച 150 ഏക്കറിലധികം വരുന്ന സ്ഥലത്തെ 11 ഏക്കർ ഭൂമിയിലാണ് വീണ്ടും അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇത് സംബന്ധിച്ച വാർത്ത ജനം TV റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് റവന്യൂ വകുപ്പിന്റെ ഇടപെടൽ. പീരുമേട് ബൂത്ത് തഹസിൽദാർ ആർ ഹരീന്ദ്രനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലത്ത് പരിശോധന നടത്തിയത്. 2001 അമേരിക്കൻ മലയാളികളായ 4 പേർ ബിനാമി പേരുകളിൽ ഭൂമിക്ക് പട്ടയം സമ്പാദിച്ചിട്ടുണ്ടെന്ന് റവന്യൂ വകുപ്പ് സ്ഥിരീകരിക്കുന്നു. എന്നാൽ നിയമവ്യവസ്ഥകൾ ലംഘിച്ച് മൊട്ടക്കുന്നുകൾക്ക് പട്ടയം നൽകരുത് എന്ന നിയമവും മറികടന്ന് ഇവർക്ക് എങ്ങനെ പട്ടയം ലഭിച്ചു എന്നതിൽ റവന്യൂ വകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതാണ് നേരത്തെ കൊടുത്ത പട്ടയത്തിന്റെ രേഖകളൊക്കെ പരിശോധിച്ച് ഇത് പതിവിന് വിധേയമാണോ, ഇതെന്തെങ്കിലും അഥവാ ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ച് അതിൽ എന്താണ് അന്ന് സംഭവിച്ചത്, ഇനി എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യം പരിശോധിക്കും. ടൂറിസം ഡെവലപ്മെന്റ് കൊടുത്തിട്ടുള്ള ഒരു 10 ഏക്കർ സ്ഥലമാണെന്ന് ബോർഡ് സ്ഥാപിച്ചെടുത്തിട്ടുള്ളത്. അത് ഇതുവരെ കയ്യേറിയിട്ടൊന്നുമില്ല. 11 ഏക്കറോളം വരുന്ന സ്ഥലം വിദേശ മലയാളികൾ മുറിച്ചു വിറ്റെന്നാണ് സൂചന. മൊട്ടക്കുന്നിന്റെ ആവാസ വ്യവസ്ഥയെ താളം തെറ്റിച്ച് ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. വാഗമണിലെ ഇൻഡോസിസ് പദ്ധതിക്ക് ശേഷം KLD ബോർഡിനും വനം ടൂറിസം വകുപ്പുകൾക്കും കൈമാറാൻ സർക്കാർ നിശ്ചയിച്ചിരുന്ന ഭൂമിയാണ് ഉദ്യോഗസ്ഥ ഒത്താശയോടെ കയ്യേറ്റക്കാർ തട്ടിയെടുത്തത്. വിഷയത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രിയും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ജനം, ഇടുക്കി.